അപ്പോൾ ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. നിങ്ങള് പഠിക്കുന്നവരും പഠിച്ചിട്ടുള്ളവരും ഒക്കെ ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് അറിയാം. അവിടെ പറഞ്ഞ NEWS ന്യൂസ്. തെറ്റിയോ? എന്നു പറഞ്ഞ നോർത്ത്, ഇ എന്ന് പറഞ്ഞ ഈസ്റ്റ്, ഡബ്ല്യു പിന്നെ എന്ന് പറഞ്ഞാൽ നോർത്തിനും വെസ്റ്റിനും ഈസ്റ്റിനും സൗത്തിനും എല്ലാം അതാ ന്യൂസ്. സകല ആൾക്കാർക്കും ഈ ന്യൂസ് ആവശ്യമാണ്. അതിനാ ഇതാ നല്ല ന്യൂസ്. വേറെയൊക്കെയോ നല്ല ന്യൂസ് അല്ല. കേൾക്കുന്നതെല്ലാം നല്ല ന്യൂസ് ആണോ? അല്ല. കേൾക്കുന്നതും കാണുന്നതും ഒന്നും നല്ല വാർത്തകളല്ല. മനസ്സിന് മനോവേദന വർദ്ധിക്കുന്ന വാർത്തകള്, ഹൃദയത്തെ തകർക്കുന്ന വാർത്തകള്, നമുക്ക് നിരാശ ഉണ്ടാക്കുന്ന വാർത്തകള്, ഭീതി വർദ്ധിപ്പിക്കുന്ന വാർത്തകൾ, അതല്ലേ വാർത്തകൾ. അങ്ങനെ നല്ല വാർത്തയല്ലല്ലോ. ഈ അടുത്ത സമയത്ത് ഒരുത്തൻ എന്നോട് പറഞ്ഞു, നേരത്തെ പറഞ്ഞില്ല, ഞാൻ പ്രസംഗിച്ചോ പറഞ്ഞു, എന്നോട് പറഞ്ഞു വയനാട്ടില് ഉരുള് പൊട്ടി, നമുക്ക് സങ്കടമായി, എത്രയോ ജീവിതങ്ങള് മണ്ണിനടിയിൽ പെട്ടു, എത്രയോ പേര് പോയി, അനാഥര്. ഇപ്പോഴും നമുക്കത് ഹൃദയത്തിന് വേദനയുള്ള വിഷയമാണ്. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനും ഒക്കുന്നില്ല. നമ്മളാരുമല്ല ഇത് ചെയ്യുന്നത്. അനേക കുടുംബങ്ങളില്ല, കുടുംബമായിട്ട് അനേകര് തീർന്നു. അതെല്ലാം നമുക്ക് മനോദുഃഖം ഉളവാക്കുന്നതാണ്. നല്ല വാർത്തയല്ല. വയനാട്ടിൽ ഉരുള് പൊട്ടിച്ചിരിച്ച് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവനെ ഇവിടെ അടുത്തൊരു ആശുപത്രി ഉണ്ട്, അവിടെ അഡ്മിറ്റ് ആക്കണം. ആശുപത്രിയുടെ പേരിൽ കേൾക്കുന്നവർക്കല്ല, അയ്യോ ദുഃഖകരമായ വാർത്തയാണ്. അപ്പൊ ഈ വാർത്ത കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ എന്നോട് പറഞ്ഞു പിണറായി കയറിയതാ ഇതിനെല്ലാം കാരണം. ഞാൻ പറഞ്ഞേട്ടാ, നീ വിവരക്കേട് പറയാതെ. അങ്ങനെ അന്നോ രാത്രി ചെന്നുരുള് പൊട്ടിക്കായി. അദ്ദേഹം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ. അപ്പൊ അവന് മുഖ്യമന്ത്രിയോട് അരിശമാണ്. അതിന് അവൻ പറഞ്ഞത് പുള്ളി കയറിയതാ. ഇതിനു മുമ്പ് ഉരുള് പൊട്ടിയിട്ടുണ്ട്, അങ്ങനെ കയറിയതാണ്. പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം പലരും പല രീതിയിലാണ് പറയുന്നത്. ഞാൻ അവനോട് ചോദിച്ചു, 99 വെള്ളപ്പൊക്കം ഉണ്ടായി, പിണറായി വെച്ചോണ്ടായി. ദൈവമക്കൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കണം. എന്റെ വിഷയമല്ലെങ്കിലും ഒന്ന് ഊന്നി പറഞ്ഞങ്ങ് പോകാം. ഈ പ്രകൃതിക്ഷോഭം, ഉരുളുപൊട്ടല്, അല്ലെങ്കിൽ മറ്റ് കൊടുങ്കാറ്റ്, പേമാരി, മറ്റ് പ്രശ്നങ്ങള്, ദുരന്തങ്ങള്, ഇത് ആര് ഭരിച്ചെന്നോ ഉള്ളതല്ല വിഷയം. ഇതൊക്കെ നിറവേറണമെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശമാണ്. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടെ ഉണ്ടാകും. സ്തോത്രം. ജാതിയോട് എതിർക്കും, ജാതികൾ തമ്മിൽ എതിർക്കും, പ്രശ്നങ്ങൾ രൂക്ഷമാകും, മഹാവ്യാധികൾ ഉണ്ടാകും, ദുരന്തങ്ങൾ ഉണ്ടാകും, വിട്ടുമരണങ്ങൾ ഉണ്ടാകും, തീരാവ്യാധികൾ ഉണ്ടാകും. അങ്ങനെയാണല്ലോ പുസ്തകത്തിലെ വാക്യം. മാത്രമാണോ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് നിങ്ങൾ അറിയുക. മനുഷ്യൻ സ്വസ്നേഹികളും പിന്നെ എടുത്തോ മോളെ വായിച്ചേ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയ. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ദൂഷകന്മാരും നന്ദി കെട്ടവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ഇന്ദ്രിയജയമില്ലാത്തവരും. വായിച്ചേ. മൈക്കിൽ കൂടെ വായിക്കും. നമ്മൾ മാത്രം കേട്ടാ പോലെ റോഡിൽ വെച്ചിട്ടുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. ഇതറിഞ്ഞോണം. മനുഷ്യർ സ്വസ്നേഹികളും. അപ്പൊ ശ്രദ്ധിച്ചേ, കേരളത്തിൽ നരേന്ദ്രമോദി അവർകള് ഭരിക്കുന്നത് കൊണ്ടല്ല ഇത് വരുന്നത്. കേരളത്തിൽ
പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ടുമല്ല ഇതൊക്കെ വരുന്നത്. പിന്നെന്താ ഇത് വരാൻ കാരണം? അതാ ഇപ്പം വായിക്കുന്നത്. ഇത് അന്ത്യകാലമാ. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഇത് അന്ത്യകാലമാ. ഈ അന്ത്യകാലത്ത് ധാരാളം കാര്യങ്ങൾ സംഭവിക്കും. അതെന്തൊക്കെയാന്നാ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയണം. മനുഷ്യൻ എല്ലാവർക്കും സ്വന്തം കാര്യമാണ്. സ്വന്തം കാര്യം അല്ലേ? സ്വന്തം കാര്യം. യോഗത്തിന് വന്നിരിക്കുമ്പോഴും സ്വന്തം കാര്യമാണ്. നമ്മൾ വന്നിരുന്നു, ഇച്ചിരി അടുത്തൊരാളിന്ന് കൈകൊണ്ട് തട്ടും. ഞാൻ കണ്ടതാ ഒരാൾ ആത്മാവിലാകുമ്പോ ഒരു നവകസാരിയായിട്ട് മാറി. ഉദാഹരണം പറഞ്ഞതുകൊണ്ട് സ്വസ്നേഹികളാണ്. സ്വന്തം കാര്യമാണ്. സ്വന്തം കാര്യം. ആ മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികള്. എങ്ങനെയും 10 കാശ് ഉണ്ടാക്കണം. കാശ് വേണ്ടെന്നല്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നടക്കണം. അതിന് പണം ആവശ്യമാ. പക്ഷെ സൂത്രത്തിലും തന്ത്രത്തിലും മറ്റൊരുത്തനെ ചതിച്ചും ും അവനെ വകവരുത്തിയും തേജോവധം ചെയ്തും അവനെ നശിപ്പിച്ചും അവനെ താറടിച്ചും നീ കാശുണ്ടാക്കരുത്. അത് ഗുണമാകത്തില്ല. മനുഷ്യൻ ഏത് വിധത്തിലും ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധി ഉപയോഗിക്കുക. ദ്രവ്യാഗ്രഹികളും പിന്നെ വമ്പ് പറയും. ചെറിയ കാര്യമൊക്കെ ഊതി വീർപ്പിച്ച് വമ്പ് പറയും. ചിലരുടെ സാക്ഷ്യമൊക്കെ നിങ്ങൾ കേട്ട്. നമ്മുടെ കാര്യം എടുക്കാം. സാക്ഷ്യം എന്നെ പോലെ കഷ്ടം സഹിച്ചവർ ലോകത്തിലില്ല. ചുമ്മാ വമ്പ് പറയും. എന്നെ പോലെ കഷ്ടം സഹിച്ചവര് ഈ പഞ്ചായത്തിൽ എത്ര പേരുണ്ടെന്ന് നിനക്ക് അറിയാം. ഈ വാർഡിൽ എത്ര പേരുണ്ടെന്ന് പലർക്കും അറിയാമല്ലോ. ചുമ്മാ നിന്ന് വമ്പ് പറയുക. പറയേണ്ടത് ഇങ്ങനെയാ പറയേണ്ടത്. ചില കഷ്ടങ്ങളൊക്കെ സഹിപ്പാൻ ഇടയായി ദൈവം എന്നെ നടത്തി. ചുമ്മാ മൈക്ക് കിട്ടുമ്പം കീർവാണം അടിക്കരുത്. എന്നെ പോലെ കഷ്ടം സഹിച്ചവർ പെടലത്തിലെ ഒന്നും കയറി പറഞ്ഞേക്കരുത്. എല്ലാം അമ്മ പറഞ്ഞ ചിരിക്കുക. അതാ മിണ്ടാത്ത ദൈവരാസം വായിച്ചു. അഹങ്കാരികള്. മനുഷ്യനെല്ലാം അഹങ്കാരമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഉരുള് പൊട്ടി, നമുക്ക് ദുഃഖമുണ്ട്. അവർക്ക് വേണ്ടി ആ ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ശേഷിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവര് മരിച്ചു. നമുക്കൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല. കേന്ദ്രത്തിൽ നിന്നും ഇവിടുന്നുമൊക്കെ ചുമതലപ്പെട്ടവർ ചെന്ന് കഴിവിന്റെ പരമാവധി അവര് അഹോരാത്രം പണിപ്പെട്ട് രക്ഷപ്പെടുത്തി. ദൈവം അവരെയൊക്കെ സഹായിക്കട്ടെ. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അഹങ്കാരത്തിന് യാതൊരു കുറവില്ലല്ലോ. ആൾക്കാരുടെ ഉണ്ടോ? അഹങ്കാരത്തിന് കുറവില്ല. 2018 വെള്ളപ്പൊക്കം ഇവിടെ അങ്ങനെ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ലേ? വലിയ കുഴപ്പമില്ല. അപ്പം അവിടൊക്കെ വെള്ളം പൊങ്ങി ഭയങ്കര പ്രശ്നമായിരുന്നു. ആ വെള്ളം പൊങ്ങി കിടന്ന ആ സമയത്ത് ഒരു ചെറിയ മര്യാദ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ഇരട്ടി ശക്തിയോട് അഹങ്കാരം. അഹങ്കാരികളാണ്. മനുഷ്യന്റെ അഹങ്കാരത്തിന് മാറ്റം വരുന്നില്ലല്ലോ, വ്യത്യാസം വരുന്നോ? അല്ല, വെള്ളം പൊങ്ങുന്നതിന് മുന്നേ അതിര് തർക്കമല്ലേ? അതിര് തർക്കം അല്ല. ഉരുള് പൊട്ടിയെടുത്തുമൊക്കെ അതിര് തർക്കമുള്ള ആൾക്കാർ കാണും. നമ്മുടെ ആൾക്കാരല്ലേ? ഉരുള് പൊട്ടിയ സ്ഥലത്തും അതിര് തർക്കം. ചുണയുണ്ട് നിനക്ക് ഇങ്ങോട്ട് ഒരു തൈ വെച്ചാൽ ഞാൻ വീട് തെറിക്കും. ഇവിടെ ഇതെന്റെ അതില. ഇവിടെ നീ പുതികാല് ഞാൻ വെട്ടും. നിനക്ക് എന്നെ അറിയത്തില്ല. നീ ചൂളെ അന്വേഷിക്കണം ഞാൻ ആരാ. ഞാൻ പിന്നെ യോഗത്തിന് വന്നിങ്ങനെ പമ്മിയിരിക്കുന്നത് ഉള്ളു. പേരൊന്നും പറഞ്ഞില്ല. ഒരാള് ഒരു വിഷയം സംസാരിച്ചപ്പോ ഞാനോട് അവിടെ ഇരിപ്പുണ്ട്. പുള്ളി ഉടനെ വേറൊരാള് പറയാ, അവനോട് പറഞ്ഞേര് എന്റെ പാത്രവും കിടക്കയൊക്കെ ഇപ്പോഴും പൂജപ്പരയിൽ ഇരിപ്പുണ്ട്. മനസ്സിലായില്ല? പുള്ളി ഉപദേശിയാ. എന്നാൽ ആ പഴയ വിഷയം പുള്ളി പറയാ. വേറൊരു വിഷയത്തിൽ വന്നപ്പോ പുള്ളിയുടെ എതിർകക്ഷിയോട് മധ്യസ്ഥനായിട്ട് വന്ന പുള്ളി പറയാ, ചെന്ന് അവനോട് പറഞ്ഞേര് എന്റെ ആ പഴയ പാത്രവും കിടക്കയൊക്കെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ താങ്ങിയേച്ച് പോകാൻ എന്നെ മിണ്ടാത്ത മിണ്ടണ്ട വേണ്ട മിണ്ടിട്ടതാണ് ഞാൻ. അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലോ.
ജ്ഞാനം തന്നെ ജ്ഞാനത്തിനും, ധനവാൻ തന്നെ ധനത്തിനും, ബലവാൻ തന്നെ ബലത്തിനും പ്രശംസിക്കരുത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയുക, എനിക്ക് നിങ്ങൾക്ക് പ്രശംസിപ്പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാൽവരി ക്രൂശില. നമുക്ക് വേണ്ടി ഒരുവൻ ജീവനെ തന്നു, നമുക്ക് വേണ്ടി ഒരുവൻ രക്തം ചിന്തി, നമ്മെ ഒരുവൻ വീണ്ടെടുത്തു. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട്, തള്ളപ്പെട്ട്, ഒറ്റപ്പെട്ട്, തകർന്നു പോകേണ്ട സ്ഥാനത്ത് നിന്ന് യേശു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ തേടിയെത്തി പാപത്തിന്റെ പടുകുടിയിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന് നമ്മെ രക്ഷിച്ച് ദൈവമക്കളാക്കി തീർത്ത ആ ദൈവകൃപ ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് പ്രശംസിപ്പാൻ ഒന്നേ ഉള്ളൂ, അത് കാൽവരി ക്രൂശില. Praise the Lord. Praise the Lord. ശബ്ദം താഴെ നിൽക്കണം. മൈക്ക് ഓപ്പറേറ്റിംഗ് ആരാ? പാട്ട് പാടുമ്പോൾ ശബ്ദം താഴെ നിൽക്കണം. എന്റെ ശബ്ദം നല്ലതല്ലെങ്കിലും മേളിൽ നിൽക്കണം. അത് കാരണം എന്റെ ശബ്ദം എല്ലാവരും കേൾക്കാൻ വേണ്ടിയല്ല, ഈ പാട്ടിന്റെ വരി മതവും എന്റെ മനസ്സിലാക്കണം. അപ്പൊ പാടി വെക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ നിൽക്കണം. പിന്നെ ഞാൻ പാടുന്ന പാട്ടിന് ഇതത്ര പഠിപ്പിക്കും, അത് തല്ലിപ്പൊട്ടിക്കുമൊന്നും വേണ്ട. അത് നല്ല വാദ്യ ഉപകരണമാണ്. പക്ഷെ ഞാൻ പാടുന്ന പാട്ടിന് അല്ലേ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നാളെ വരാതിരിക്കും. നിങ്ങളുടെ പാട്ടിന് പാടിക്കോ. അതും ഇച്ചിരി ഹാർമോണിയം ഇടാൻ പറ്റും.
നരകത്തിരിയിൽ എനിക്കും നിങ്ങൾക്കും വല്ലോ പുകഴാനുണ്ടെങ്കിൽ അത് കാൽവറി ക്രൂശില്ല. അതെ, അതുകൊണ്ട് അഹങ്കാരമെല്ലാം കുറയ്ക്കണം. വിശേഷിച്ച് ദൈവമക്കൾ. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കി പറയാം കേട്ടോ, വേണമെങ്കരുത്. എന്നെ കൂടെ പ്രതിയാക്കിയാ പറയുന്നത്. ചില പ്രസംഗിക്കാനും പാടാനും പിന്നെ സ്റ്റേജുമൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ചിലർക്ക് കൈ കൊടുക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അവരെല്ലാരോടും ഒന്നും മിണ്ടുകയല്ല, എല്ലാവർക്കും കയ്യും കൊടുക്കുകയല്ല. ഒരു നോക്ക് കനമുള്ളത് ആർക്കൊക്കെയാണ്? അല്ല, പ്രസംഗിക്കുന്നവരുടെ തന്നെ ഉണ്ട്. ചില കനവും കൊഴുപ്പും തടിയും തന്റെയോടും കാശും ഒക്കെ ഉണ്ട്. അവരുടെ തലയെ കൈവച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കും. ഒക്കെന്നെങ്കിൽ മറുഭാഷയും കൂടെ പറയും. ചില ശാരീരിക ക്ഷീണവും ചില എന്റെ ഭാഷയാ പരുവക്കേടാന്ന് പറഞ്ഞ സ്തോത്ര സ്തോത്ര സൗഖ്യമാണ്. ബിരുദന്മാരും ഒക്കെ ഉണ്ട്. അല്ല, നമ്മൾ മറ്റുള്ളവരെ മാത്രം പറഞ്ഞാൽ പോലെ നമ്മുടെ ഇടയിൽ അല്ല, സുവിശേഷ വേലക്കാരിൽ തന്നെ പലരുമേ എല്ലാവർക്കും കൈ കൊടുക്കത്തില്ലല്ലോ, എല്ലാരോടും ഇടപെടത്തില്ലല്ലോ, എല്ലാരോടും സംസാരിക്കത്തില്ലല്ലോ. മിണ്ടുന്നില്ല, മിണ്ടണ്ട. അപ്പൊ അന്ത്യകാലത്ത് അഹങ്കാരം വർദ്ധിക്കുക. അപ്പൊ ഈ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടും അഹങ്കാരത്തിന് കുറവില്ല. അത് കഴിഞ്ഞ് കോവിഡ് വന്നു. സ്വന്തം ഭാര്യ പിടഞ്ഞു മരിക്കുക, വെള്ളം എടുത്ത് കൊടുക്കാൻ പോലും ഒക്കുന്നില്ല. ഭർത്താവ് പിടഞ്ഞു മരിക്കുക, ശ്വാസം കിട്ടാതെ ദൂരകന്ന് കാണുക. എന്റെ ഭാഷ പറഞ്ഞ അന്ത്യചുംബനം കൊടുക്കാൻ പോലും ഒക്കുന്നില്ല. ചിലര് കോവിഡിന്റെ സമയത്ത് മാറ്റപ്പെട്ടു, ഡെഡ് ബോഡി കാണാനൊത്തില്ല ഇല്ലേ? എന്നിട്ടും അഹങ്കാരത്തിന് ഇപ്പോഴും യാതൊരു കുറവുമില്ല. ഇതെല്ലാം അന്ത്യകാല ലക്ഷണത്തിൽപ്പെട്ടതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ ഉരുള് പൊട്ടി, ഇവിടെ ചിലപ്പോ ഇനി അവിടുന്ന് കടലായി വരച്ചു കയറുന്നത്, അല്ലെ മലയിടിഞ്ഞായിരിക്കും വരുന്നത്. എന്തായാലും ഇനി സ്വസ്ഥമായിട്ടും സുഖമായിട്ടും എല്ലാവർക്കും ഈ ലോകത്ത് ജീവിക്കാമെന്ന് ആരും കണക്ക് കൂട്ടണ്ട. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അന്ത്യകാലമാകയാൽ ഇതിനി വർദ്ധിച്ചു വരികയുള്ളൂ. പക്ഷെ ഇതിന്റെ നടുവിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തെ ഭജിച്ച്, ദൈവത്തെ സേവിച്ച്, ആമൻ ദൈവത്തെ ആരാധിച്ച് വിശ്വസ്തരും വിശുദ്ധരുമായി നിൽക്കുന്നെങ്കിൽ ആമൻ നമുക്ക് നിത്യതയിലെത്താം. അപ്പോൾ അന്ത്യകാലത്ത് വമ്പ് പറയും അഹങ്കാരികളും. അത് വായിച്ചൊക്കെ വിട്ടോ, സമയം പോയത് കൊണ്ട്. അല്ലല്ല, ദൈവദാസൻ വായിക്കട്ടെ. പുള്ളിയല്ലേ ആ വാക്യം ആദ്യം വായിച്ച്. നമുക്ക് ഞാൻ വേറെ വാക്യത്തിന് വേറെ എന്തെങ്കിലും ഉണ്ട്, അദ്ദേഹം അത് വായിച്ചു. ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. ആരെയാ? അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. ഒരാൾ വായിച്ചു അമ്മായിയപ്പന്മാരെ അനുസരിക്കാത്തവരെന്ന്. അദ്ദേഹം ക്ലിയറായി വായിച്ച, വേറൊരാണ് വായിച്ചു തന്നതാ. വായിച്ചു, ഇത് ക്ലിയർ ആയിട്ടാ വായിച്ചു. നന്ദി കെട്ടവരും. നന്ദി കെട്ടവരും. അശുദ്ധരും. അശുദ്ധരും. വാത്സല്യമില്ലാത്തവരും. ഇണങ്ങാത്തവരും. ഇണങ്ങാത്തവരും. ഏഷണിക്കാരും. അജിതേന്ദ്രിയന്മാരും. ഉഗ്രന്മാരും. ഉഗ്രന്മാരും. സദ്ഗുണദേശികളും. ദ്രോഹികളും. ധാർഷ്ട്യക്കാരും. ധാർഷ്ട്യക്കാരും. നിഗളികളുമായി. നിഗളികള്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതെല്ലാം അന്ത്യകാലത്ത് സംഭവിക്കുന്നതാണ്. പഴയ ഒരു പാട്ടുണ്ട്, അങ്ങ് ചെല്ലുമ്പോ ഇതൊന്നുമില്ല. ആ പാട്ടിന്റെ വരി അറിയാവുന്നെങ്കിൽ നിങ്ങൾ ചേർന്ന് പാടിക്കോ. ധാർഷ്ട്യക്കാരില്ല, നിഗളികളില്ല, മോഹപ്രിയരുമില്ല. അവിടെ ഇവിടെ ഇതെല്ലാം ഉണ്ട്. ധാർഷ്ട്യക്കാരില്ല, നിഗളികളില്ല, മോഹപ്രിയരുമില്ല, ഏഷണിക്കാരും ദൂഷകന്മാരും നന്ദി കെട്ടോരുമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും അവിടെ ഇല്ല. ഇവിടെ ഇതെല്ലാം ഉണ്ട്. അന്ത്യകാലമാണ്. അപ്പോൾ ഈ അന്ത്യകാലത്ത് ഇതെല്ലാം സംഭവിക്കും. ഇതിന്റെ നടുവിൽ എനിക്കും നിങ്ങൾക്കും കേൾക്കുന്നവർക്കും ആവശ്യം സുവിശേഷമാണ്.
ഓടിച്ചവസാനിപ്പിക്കാം. എന്താണ് സുവിശേഷം? അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. ആർക്കാണ് സുവിശേഷം? സകല ജാതികൾക്കുമുള്ളതാണ് സുവിശേഷം. എന്താ സുവിശേഷത്തിന്റെ വ്യത്യാസം? അതിന്റെ വിശേഷത, സുവിശേഷം വന്നെങ്കിലേ മനുഷ്യന് രൂപാന്തരം ഉണ്ടാകൂ. സുവിശേഷം വന്നെങ്കിലേ മനുഷ്യൻ രക്ഷപ്പെടുകയുള്ളൂ. രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി, രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. മറ്റൊരുത്തലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. എന്താ യേശുവിന്റെ നാമത്തിന്റെ വിശേഷത? ഇത് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുമാറും. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും. യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ നടക്കും. എല്ലാ നാമത്തിലും മേലായ നാമം. ഈ നാമത്തിൽ പാപമോചനമുണ്ട്. ഈ നാമത്തിൽ രോഗശാന്തി കൊണ്ട് കുരുടര് കാണും, കുരുടര് കേൾക്കും, മുടന്തര് നടക്കും, ഊമർ സംസാരിക്കും, മരിച്ചവരെ ഉയർപ്പിക്കും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ജയമുണ്ട്. രോഗപീഠകളിൽ വലഞ്ഞാരേലും രാത്രിയുടെ വന്നെങ്കിൽ ഇന്ന് രാത്രി വചനത്തിൽ കൂടെ പറയുക, യേശു നിന്നെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആശുപത്രിക്കാർ ചിലപ്പോൾ തള്ളിയ കേസായിരിക്കും. പലരും നിന്നെ ആമനെ ഒറ്റപ്പെടുത്തി കാണും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിടുതലുണ്ട്. സൗഖ്യത്തിന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രി ദൈവം അയക്കുന്ന രാത്രി. രോഗപീഠകളിൽ വലകുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ആമേൻ, രോഗശാന്തി തരുവാൻ കഴിവുള്ള യേശുവിന്റെ പരിശുദ്ധ നാമം ഇന്ന് രാത്രി ഏറ്റെടുക്ക്. നിന്റെ രക്തത്തിനകത്ത്, അസ്ഥിക്കകത്ത്, ധമനിക്കകത്ത്, ഞരമ്പിനകത്തൊക്കെ കുടുങ്ങിയിരിക്കുന്ന, രക്തത്തിനകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗാണുക്കൾ ഇന്ന് രാത്രി അടിച്ചു മാറ്റി യേശു നിന്നെ സൗഖ്യമാക്കും. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ നാമത്തിൽ പാപമോചനമുണ്ട്. നാമത്തിൽ രോഗശാന്തി കൊണ്ട്. ഈ നാമം അത്ഭുതങ്ങളുടെ നാമമാണ്. ഇത് അതിശയത്തിന്റെ നാമമാണ്. ഓ പ്രൈസ് ദി ലോർഡ്. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവിടുത്തെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നു ഇരിക്കുന്നു. ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും. ഈ രാത്രി യേശു നിന്നെ വിടുവിക്കും. യേശുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി ഉണ്ട്. ഓ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. മരണകരമായ ഞാനൊന്ന് കുടിച്ചാൽ, എന്റെ ഭാഷ കടിച്ചാലും കുടിച്ചാലും നിനക്ക് ഹാനി വരുത്തുകയില്ല. ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന ദൈവം. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ജയമെടുക്ക്. യേശുവിന്റെ നാമത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവുകളും ഏറ്റുപറയും, കർത്താവാകുന്ന യേശു രക്ഷിതാവാണ്, അവിടുന്ന് ക്രിസ്തുവാണ്. ഇന്ന് രാത്രി വിടുതലും രോഗശാന്തിക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. Praise the Lord. കരമുയർത്തി ഹല്ലേലൂയ പാടാം. വാനിലും ഭൂമിയിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. വാനിലും ഭൂമിയിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. യേശുവിന്റെ തിരു നാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരു നാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരു നാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. അത് മുൻപോട്ട് ഓടിച്ചു പോകാം. സുവിശേഷം അത് യേശു ക്രിസ്തു. നമ്മൾ ഇന്ന് രാത്രി യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഞാന് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നത്, എല്ലാം വിസ്തരിക്കുന്നില്ല, ഒറ്റ വാക്യം പറയാം. അമ്പലത്തിൽ പോയി ദീപാരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്ത് ഇതുപോലൊരു യോഗ, ഇത്ര ആളൊന്നുമില്ല,
കുറച്ച് പേരേ ഉള്ളൂ മുറ്റത്ത് യോഗം. അപ്പൊ എന്റെ നെറ്റിയിൽ കളവക്കുറിയുണ്ട്, കയ്യിൽ പ്രസാദമുണ്ട്, ഇതുപോലൊരു രണ്ടാമുണ്ട് ഇട്ടിട്ടുണ്ട്. കാരണം ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഷർട്ട് ഇടാനൊക്കത്തില്ല, വീടിനടുത്തായതുകൊണ്ട് രണ്ടാം മുണ്ടുമുണ്ട്. അപ്പം കളവക്കുറി ശരീരത്തൊക്കെ ഉണ്ട്, പ്രസാദവും ഉണ്ട്. ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് ദീപാരാധന കഴിഞ്ഞ് വരുമ്പോഴാണ് യോഗം. ശാരീരിക ക്ഷീണമുള്ള സമയമാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റും ഒക്കെ ഉണ്ട്. അന്നത്തെ വിശ്വാസം അനുസരിച്ച് പല കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാൽ എനിക്ക് സൗഖ്യമൊന്നും ലഭിക്കുന്നില്ല. വളരെ പ്രയാസത്തോടിരിക്കുന്ന കാലം. ആ സമയത്ത് ഈ യോഗത്തിന് ദൂരെ നിന്നിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ ഹൃദയത്തിലൊരു ചിന്ത, ഇവര് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടും. അവര് നിർബന്ധിച്ചൊന്നുമല്ല. ഒടുവിൽ ഞാൻ മുൻപോട്ട് എന്ന് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു. അവിടെയുള്ള ദൈവദാസന്മാരും ദൈവമക്കളും എനിക്ക് വേണ്ടി അന്ന് രാത്രി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ദാസന്മാരിൽ ചിലര് എന്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാക്കി. യേശു സൗഖ്യമാക്കി. ഉദ്ദേശം രാത്രി ഒരു 11:45 രക്ഷിക്കപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെയാണ് ഈ മാർഗത്തിൽ ഞാൻ വന്നത്. അല്ലാതെ ആരും മതം മാറ്റിയതല്ല, എന്നെ നിർബന്ധിച്ചതല്ല, സമ്മർദ്ദം ചെലുത്തിയതല്ല, വിളിച്ചതൊന്നുമല്ല. അങ്ങോട്ട്, എന്റെ ഭാഷ പറഞ്ഞ അങ്ങോട്ട് ഞാൻ പ്രാർത്ഥിച്ചത്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇത് മതം മാറ്റുന്ന പരിപാടിയല്ല. അവൻ എന്തെങ്കിലും മോഹന വാഗ്ദാനമൊക്കെ തന്ന് ഇതിനകത്ത് ആക്കുകയല്ല. അങ്ങനെയൊക്കെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ചെല്ലു ചോദിക്കാറുണ്ട്, 10 തല കൊടുത്താൽ എത്ര കിട്ടുമെന്ന് പറഞ്ഞ 10 പേര് പൊട്ട. ഇത് മതം മാറ്റുമൊന്നുമല്ല. ഞങ്ങള് അനുഭവിക്കുന്ന സത്യവും സന്തോഷവും വിളിച്ചു പറയുക. ഇത് നിർബന്ധിക്കത്തില്ല, നിർബന്ധിക്കരുത്. ഇത് നിർബന്ധിച്ചാക്കുന്നതല്ല, അവനവൻ സ്വന്തമായിട്ട് തീരുമാനിക്കണം. എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല. കർമ്മമാർഗത്താലോ പുണ്യപ്രവർത്തികളോ ദാനധർമ്മങ്ങളാലോ നേർച്ച കാഴ്ചകൾ കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ ഒന്നും, വിദ്യാഭ്യാസം കൊണ്ടോ കായബലം കൊണ്ടോ പൊളിറ്റിക്കൽ ബലം കൊണ്ടോ സാമുദായിക ബലം കൊണ്ടോ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടൊന്നും രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടാൻ വിശുദ്ധ ബൈബിള് പഠിപ്പിക്കുന്നതും അത് അങ്ങനെ തന്നെ. ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാൻ. അപ്പൊ ഞാന് അങ്ങനെയാ ഈ മാർഗത്തിൽ വന്നത്. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ സഭയിൽ ചെന്നു, സഭായോഗത്തിന് കൂടി. വേദപുസ്തകമൊക്കെ വായിച്ചപ്പം, ആദ്യമൊക്കെ വേദപുസ്തകം വായിച്ചപ്പം എനിക്കറിയത്തില്ലല്ലോ. ഞാൻ ചിന്തിച്ചത് 4 സുവിശേഷം ഉണ്ടെന്നാണ്. കാരണം അങ്ങനെ ആണല്ലോ പുതിയ നിയമത്തിൽ. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, പിന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം. അങ്ങനെ ചോദിച്ചാ എത്ര സുവിശേഷം ഉണ്ട്? എന്നെ കൊട്ടാൻ വിളിച്ചതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചോദ്യം, ഞാൻ വേറെ ചോദ്യം അല്ല, നിങ്ങൾക്ക് ഇതൊക്കെ എന്തെങ്കിലും അറിയാവൂന്ന് അറിയട്ടെ. 4 സുവിശേഷം. എഴുന്നേറ്റ് പോകരുത്, ഇപ്പോഴാന്ന് പറഞ്ഞ് പോകരുത്. അപ്പൊ 4 സുവിശേഷം. അല്ല, നിങ്ങളിത് അറിയണം. ഒരേ സുവിശേഷം 4 പുസ്തകത്തിൽ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അത് സുവിശേഷം 4 ഞാനും ആദ്യം അങ്ങനെ ധരിച്ചേ. സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് നസറേയനാകുന്ന യേശു ക്രിസ്തു. പിന്നെന്തുവാ ഈ 4 സുവിശേഷം? അത് യേശു ക്രിസ്തുവിനെ പറ്റി യേശു ക്രിസ്തുവിന്റെ 4 വിശേഷതകൾ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പൊ ചോദിക്കും, യേശു ക്രിസ്തുവിന് 4 വിശേഷതയോ ഉള്ളോ? അല്ല, 4 40 400 അവിടുന്ന് വിശേഷത ഏറെയുള്ളവന് അവിടത്തേക്ക് മാത്രമേ വിശേഷതയുള്ളൂ. അതല്ലേ യെരൂശലേം പുത്രിമാരൊക്കെ വന്ന് ചോദിച്ചു ശൂനേംകാരോട് ചോദിക്കുക, നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ വിശേഷത വല്ലോ ഉണ്ടോ? അവിടെ പറഞ്ഞ് വിശേഷതയുണ്ടെങ്കിൽ അവന് മാത്രമാ വിശേഷത. ആർക്ക്? യേശുവിന്. യേശുവിന് ഒത്തിരി വിശേഷതയുണ്ട്. ആര് വന്നാലും വിടുവിക്കും. അല്ല, ഇന്ന കുടുംബക്കാർക്ക് മാത്രമല്ല വിടുതൽ. സ്തോത്രം. ആര് വന്നാലും വിടുവിക്കും. സ്തോത്രം. ഏത് സമയത്ത് ചെല്ലാം, അതിലെ വിശേഷത. മോന്റെ പേരെന്താണ്?
ജോയലിന് യേശുവിന്റെ അടുക്കൽ ചെല്ലാം. മല്ലിക. അപ്പം ജോയലിനും യേശുവിന്റെ അടുക്കൽ ചെല്ലാം, മല്ലികയ്ക്ക് യേശുവിന്റെ അടുക്കൽ. എത്ര വയസ്സുണ്ട്? ഉദ്ദേശം പറഞ്ഞാൽ മതി. 40 കഴിഞ്ഞു. പറയൂ, എത്രയുണ്ട്? 40 കഴിഞ്ഞു. അപ്പൊ 40 വയസ്സ് കഴിഞ്ഞ മല്ലിക സഹോദരിക്കും യേശുവിന്റെ അടുക്ക വരാം. മല്ലികയ്ക്ക് 40 ഉള്ളു, ഇപ്പം വരണ്ടെന്ന് യേശു പറയുകയല്ല. അത് വിശേഷതയല്ലേ? ഓ, ആരോട് പറയാൻ? നമുക്കെന്താ പ്രായമുണ്ട്? 25 കഴിഞ്ഞു. 25 കഴിഞ്ഞു. 20 കഴിഞ്ഞു. ആൻസി. അപ്പൊ ജയസ്മിതയ്ക്കും യേശുവിന്റെ അടുക്കൽ ചെല്ലാം ഈ പ്രായത്തിൽ. ആൻസിക്കും ഈ പ്രായത്തിൽ യേശുവിന്റെ അടുക്കൽ. എന്നാൽ ചിലയിടങ്ങളിൽ ചിലരുടെ അടുക്കൽ മല്ലികയ്ക്ക് ചെല്ലാനൊക്കെയല്ല. ആൻസിക്കും ചെല്ലാൻ. അത് യേശുവിന്റെ വിശേഷതയാണ്. അമ്മയുടെ പേരെന്നാ? അമ്മേ ഗ്ലാഡീസ്. നല്ല പേരല്ല. ഗ്ലാഡീസ് അമ്മയ്ക്കും ചെല്ലാം, കൊച്ചു കുഞ്ഞിനും ചെല്ലാം, പ്രായമുള്ള അമ്മയ്ക്കും ചെല്ലാം, യൗവനക്കാരിക്കും ചെല്ലാം, ആർക്കും ചെല്ലാം യേശുവിന്റെ അടുക്കൽ. അല്ല യേശുവിന്റെ വിശേഷത. അല്ല ഏത് സമയത്തും ചെല്ലാം. രാവിലെ 10 മുതൽ 12 വരെ ദർശനമുള്ളതെന്ന് യേശു പറയുകയല്ല. വെള്ളിയാഴ്ച മാത്രം വന്നാലേ എന്നെ കാണാൻ പറ്റും യേശു പറയുകയല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ചൊവ്വാഴ്ച മാത്രം വന്നെങ്കിലേ എന്നെ കാണാൻ പറ്റൂ യേശു പറയത്തില്ല. നിനക്ക് തിങ്കളാഴ്ച ചെല്ലാം, ചൊവ്വാഴ്ച ചെല്ലാം, ബുധനാഴ്ച ചെല്ലാം, വെള്ളിയാഴ്ച ചെല്ലാം, രാവിലെ ചെല്ലാം, വൈകിട്ടും ചെല്ലാം, ഉച്ചയ്ക്ക് ചെല്ലാം, ഏത് സമയത്തും നിനക്ക് യേശുവിന്റെ അടുക്ക ചെല്ലാം. അതാ യേശുവിന്റെ വിശേഷത. എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. വിശേഷതയുള്ള ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു.
അതായത് നിന്റെ പ്രിയനും മറ്റു പ്രിയന്മാരെക്കാൾ വിശേഷത വല്ലതും ഉണ്ടോ? അവള് യാതൊരു സങ്കോചവും കൂടാതെ പറഞ്ഞു, അവിടത്തേക്ക് മാത്രമേ വിശേഷതയുള്ളൂ. എന്റെ പ്രിയനോ വെണ്മകി ചുമപ്പുള്ളവൻ, അവൻ 10,000 സേട്ടൻ, 1000 സേട്ടനാകുന്ന ഒരുവനേ ഉള്ളൂ, അത് നസറായനാകുന്ന യേശു ക്രിസ്തു. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ, അത് യേശു ക്രിസ്തു. ഇനി മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അത് സുവിശേഷത്തിന്റെ വിശേഷതകളാണ്. എന്തുവാ 4 പേരുടെ എഴുത്തിന്റെ ഉദ്ദേശം? യേശു ക്രിസ്തു രാജാതിരാജാവാണ്, യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനാണ്, യേശു ക്രിസ്തു സമ്പൂർണ്ണ ദൈവമാണ്, യേശു ക്രിസ്തു ദാസരൂപമെടുത്ത മകൻ വ്യക്തിയാ. മത്തായി യേശു ക്രിസ്തു രാജാതിരാജാവാണെന്ന് തെളിയിക്കുന്നു, ലൂക്കോസ് യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനാണെന്ന് തെളിയിക്കുന്നു, മർക്കോസ് അവിടുന്ന് ദാസരൂപത്തെ വെളിപ്പെടുത്തി കാണിക്കുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുകയാ. യേശു ക്രിസ്തുവാണ് ഏകദൈവം. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ ഓരോ അധ്യായം 21 അധ്യായം എടുത്ത് പഠിച്ച് യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമായി പരിരക്ഷിക്കുക. യേശു ക്രിസ്തു അവൻ ജീവനുള്ള ദൈവമാ. ഓടിച്ചവസാനിപ്പിക്കുക ഭാഗം 1, ആമൻ സ്തോത്രം, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടാകുന്ന യേശു ക്രിസ്തു. 2, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അടയാളങ്ങളുടെ ദൈവമായി. 3-ാമത്തെ ആയത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന സർവശക്തനായ ദൈവം. 4-ാമത്തെ ആയത്തിൽ ആത്മാവാകുന്ന ദൈവം. യോഹന്നാൻ 5-ാമത്തെ ആയത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാമത്തെ ആയത്തിൽ ജീവന്റെ അപ്പമായി സ്വർഗത്തിൽ നിറങ്ങി വന്ന ദൈവം. 7-ാമത്തെ ആയത്തിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിന്റെ നദികളെ ഒഴുക്കുവാൻ ജീവനുള്ള ആത്മാവാകുന്ന ദൈവം. 8-ാമത്തെ ആയത്തിൽ ഇരുള് മൂടിയ ലോകത്തിൽ മനുഷ്യൻ വെട്ടം തേടി വെളിച്ചം തേടി നെട്ടോട്ടം ഓടുമ്പോൾ യേശു ക്രിസ്തു പറയുക, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം, സാക്ഷാൽ വെളിച്ചമായ ദൈവം. 9-ാമത്തെ ആയത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ ദൈവം എന്ന് പറഞ്ഞാൽ അത് പാരമ്പര്യ രോഗമാന്നേലും പിന്തുടരുന്ന ഏത് വിഷയമാന്നേലും സകലത്തിനും വിടുതൽ തരുവാൻ സൗഖ്യമാക്കുവാൻ കഴിവുള്ള സർവജ്ഞനായ ദൈവം. 10-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ നല്ല ഇടയനായ ദൈവം. 11, 12 അധ്യായം പഠിക്കുമ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. 13-ാമത്തെ അധ്യായത്തിൽ അവൻ നല്ല പെസക കുഞ്ഞാടായി യേശു വെളിപ്പെടുകയാ. അങ്ങനെ ഓരോ അധ്യായവും പഠിച്ചാൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് വെളിപ്പെടുകയാ. ഇന്ന് രാത്രി ആ സർവശക്തനായ ദൈവമായ യേശു ക്രിസ്തു ഈ രാത്രി നമ്മുടെ നടുവിലുണ്ട്. ദൂരത്തോ സമീപത്തോ ഇരുന്ന് എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ശ്രോതാക്കളോട് പറയട്ടെ, നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാ യേശു, നിന്നെ വിടിവിക്കാൻ കഴിവുള്ളവനാ യേശു, നിന്നെ അവൻ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരുവനെ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അതെ, ഓടിച്ചു മുമ്പോട്ട് വന്ന് അവസാനിപ്പിക്കാം. 10-ാമത്തെ ആയതിന് 4-ാം വാക്യം, തനിക്കുള്ളവയും പുറത്തു കൊണ്ട് ഇന്ന് രാത്രി ദൈവമുള്ളവരെയെല്ലാം ദൈവം പുറത്തു കൊണ്ടുവരും. അവൻ ശത്രു ഏത് വിധത്തിൽ ബന്ധിച്ചു വെച്ചാലും തക്ക സമയമാകുമ്പോൾ ദൈവം അവരെ പുറത്തിറക്കും. ഇന്ന് രാത്രി അവൻ തനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ദൈവം പുറത്തെടുക്കും. ഞാൻ അധികം വിസ്തരിക്കുന്നില്ല, വാക്യങ്ങൾ എടുത്തു വായിപ്പിച്ച് ഇന്ന് സമയം നിങ്ങളെ അതിക്രമിച്ചെടുക്കുന്നില്ല. ഞാൻ പ്രസംഗിച്ചാൽ നിങ്ങൾ ചിലപ്പം 10:30 വരെ ഇരുന്നെന്ന് വരാം. എന്നാലും നിങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോ പറയും അയാളുടെ തൊഴിലാകാന്ന് പറയും, അയാൾക്ക് ബോധവും വിവരമുള്ളവനല്ല എന്ന് നിങ്ങൾ പറയും. അത് ഇന്ന് പറയിപ്പിക്കുന്നില്ല, ഒക്കെ നാളെ പറയിപ്പിക്കാം. അപ്പൊ ഇന്ന് കൃത്യസമയത്ത് തന്നെ യോഗ വന്ന് നമുക്ക് നിർത്താം. കൂടെ നിന്നൊക്കെയാണ് നിങ്ങൾ ബന്ധപ്പെട്ട് വന്നത്, തിരിച്ചു പോകണമല്ലോ. അപ്പൊ ഞാൻ ഇന്ന് പോകുന്നില്ല, ഇവിടെ എവിടെയോ ക്രമീകരണമുണ്ട്, അതിനനുസരിച്ച് പ്രാർത്ഥിച്ച് അവിടെ കാണും. നാളെ ഇച്ചിരി നേരത്തെ സമയം തരികയാണെങ്കിൽ ഇതിന്റെ കേടുകൂടെ തീർത്ത് 6-ന് തന്നു ഇവര് വരുന്നതനുസരിച്ച് ദൈവത്തിന് മകത്താം. നമുക്ക് ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ നമുക്ക് ചിന്തിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം അങ്ങ് അവസാനിപ്പിക്കാം. തനിക്കുള്ളവയെ ദൈവം പുറത്തു കൊണ്ടുവരും. ദൈവത്തിന് മഹത്വം. പുസ്തകം 41-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ അവർ വേഗത്തിൽ യോസേപ്പിനെ പുറത്തിറക്കി ഉണ്ട
കുണ്ടറയിൽ നിന്ന് യോസേപ്പിനെ പുറത്തിറക്കി. അവനെ ശൗര്യം ചെയ്യിപ്പിച്ച് വസ്ത്രമെല്ലാം മാറി അവൻ ഫറവോന്റെ അടുക്ക കൊണ്ടുവന്ന് നിർത്തി യോസേപ്പിനെ ദൈവം പുറത്തിറക്കി. സഹോദരന്മാരും പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ചേർന്ന് ഈ പാവത്തെ ഒതുക്കാൻ നോക്കിയ. ചേട്ടന്മാരുടെ ക്ഷേമം അന്വേഷിക്കാനാ ചെന്നത്. പക്ഷെ യവന്മാർക്ക് മനസാക്ഷി ഹൃദയം ഒന്നും ഉള്ളവന്മാരല്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു ഭിക്ഷക്കാരൻ വന്ന ഉടനെ വണ്ടിയിലാണ് അങ്ങോട്ട് നോക്കിയിരിക്കും. പിന്നെ പുള്ളി പോയോന്നിങ്ങനെ അങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടുപേരിക്കുന്ന സീറ്റ്, 3 പേരിക്കുന്ന സീറ്റ്. ഒരു പ്രായമുള്ള അപ്പനോ അമ്മയോ കയറി വരിക, നമ്മൾ വെളിയിലോട്ട് നോക്കിയിരിക്കും. ഇങ്ങോട്ട് നോക്കിയാലേ അവരെ നോക്കി ചിലപ്പോൾ ഇരുത്തേണ്ട വരുന്നത്. അപ്പൊ നമ്മൾ നാട് കണ്ടുപോകും. ഒരു കാര്യം പറയാം, സഹോദരന്മാർ, അങ്ങനെ ഒരു മനസാക്ഷി യോസേഫിനോട് കാണിച്ചില്ല. സ്വപ്നക്കാരൻ എന്ന് പറഞ്ഞ് ഇവനെ പിടിച്ചു നിർത്തി. എന്റെ ഭാഷ പറഞ്ഞ് അവന്റെ ഉടുതുണി കൂരിയെടുത്ത് വെള്ളമില്ലാത്ത പൊട്ടക്കിടത്തിൽ ഇവനെ തട്ടി. അവൻ കൊണ്ടുവന്ന ഭക്ഷണം കരക്കിരുന്ന് കഴിച്ചു. ഒടുവിൽ തലപൊക്കി നോക്കിയപ്പോൾ ഇശ്മയിലിയ കച്ചവടക്കാരെ കണ്ടു. സന്നിധായകം ബോർഡനണ്ടി, ബലാംപരിപ്പ്, സാമ്പ്രാണി, ഹൽവാന പശ, കുൽകുലു ഇതെല്ലാം വിൽക്കുന്ന കച്ചവട സംഘത്തെ കണ്ട് രൂപേനറിയാതെ യോസേഫിനെ പിടിച്ച് കരക്ക് കയറ്റി 20 വെള്ളിക്കാശ് ഇവന്മാര് വിറ്റു. കരണയില്ല, സ്വന്തം സഹോദരനെ വിൽക്കുക. മക്കളെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. മാതാപിതാക്കളെ ഇപ്പം വിൽക്കുന്നില്ല, അനാഥാലയത്തിൽ കൊണ്ട് വിടുക. വിൽക്കുകയല്ല, വിടുക. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും, അപ്പോ മനസ്സിലാകുന്നില്ല. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തവരാ, അവരെ സംരക്ഷിക്കാത്തവര് ഇവിടെ വന്നിരുന്ന് തമ്പേർ അടിച്ച് അതെ നാണവാ. ഒരു മനസാക്ഷിയില്ല. അവനെ വിറ്റു. ഇസ്രായേലിലെ ചന്തയെ കൊണ്ട് യോസേഫിനെ വില പറഞ്ഞു. പൊത്തീപ്പർ വിലയ്ക്ക് വാങ്ങി. ആ വീട്ടിൽ പ്രശ്നമായി. ചെയ്യാത്ത കുറ്റം അടിച്ചേൽപ്പിച്ച് തള്ള ഒരു തെളിവും കാണിച്ചൊരു തുണി ചോടിയതാ. തള്ള അതെല്ലാം എടുത്ത് ഒന്നുകൂടെ സോപ്പ് എല്ലാം ഇട്ട് കഴുകി വൃത്തിയാക്കി കൂടെ തള്ള തുണി ഇങ്ങനെ യോസേഫിന്റെ ആണ്. ആൾക്കാരില്ല, അമ്മാമ്മ ഇത് അല്ല, യോസേഫിന്റെ തുണി തന്നെ തെളിവല്ലേ? സത്യാവസ്ഥ ദൈവമല്ലേ അറിയണ്ടേ? നോക്കുമ്പോ യോസേഫിന്റെ തുണിയാണ്. നിരപരാധിയാകുന്ന യോസേഫിന്റെ മേലെ അപമാനക്കുറ്റം അടിച്ചേൽപ്പിച്ച് കാരാഗൃഹത്തിൽ കൽത്തുറുങ്കിൽ കൊണ്ടടച്ചു. സകലരും വിധിയെടുത്ത് ഇനി വെളി വരത്തില്ല, ഇതോടെ തീർന്നു, എല്ലാം തീർന്നു. ആൾക്കാരൊക്കെ പറഞ്ഞു ഇനി പൊങ്ങി വരുമെന്ന് തോന്നുന്നു. ചെല്ല് പറഞ്ഞു മിക്കവരുടെയും കിടക്കുന്ന ഒരുത്തം പറഞ്ഞു ചുമ്മാതൊന്നുമല്ലെന്ന് കിടക്കുന്ന ഞങ്ങളുടെ അമ്മാമ്മയുടെ ഈ തെളിവുണ്ടെന്ന്. അമ്മാമ്മയുടെ തെളിവ് ഞാന് വിസ്തരിക്കുന്നൊന്നുമില്ല. എന്നാൽ യോഹന്നാൻ 10:4 ഒന്നുകൂടെ വായിച്ചേ മോളെ, ഒന്നുകൂടെ വായിച്ചേ. യോഹന്നാൻ 10 പുസ്തകമെല്ലാം മടക്കിയോ? മതി. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോകും. എല്ലാവരും വിധി എഴുതി. യോസേഫിന് കുണ്ടറയിൽ നിന്ന് രക്ഷപ്പെടത്തില്ല, ഈ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, വെട്ടം കാണത്തില്ല. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം യോസേഫിനെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാനരെ, നിന്നെ തകർത്ത് കളയുവാനും മുടിച്ചു കളയുവാനും നശിപ്പിച്ചു കളയുവാനും വെട്ടം കാണിക്കത്തില്ല, വെളിച്ചം കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് നിനക്കെതിരെ വാടകോരി, നിനക്കെതിരെ അപമാനങ്ങൾ പറഞ്ഞ് ആക്ഷേപങ്ങൾ പറഞ്ഞ് നിന്നെ ഒതുക്കുവാൻ വൈരി തന്ത്രം മെനയുമ്പോൾ എതിർക്കാൻ പോകരുത്, ഉടക്കാൻ പോകരുത്, മറുപടി പറയാൻ പോകരുത്, കേസ് കൊടുക്കാൻ പോകരുത്, രാഷ്ട്രീയക്കാരെ പിടിക്കരുത്, അവന് കോടതി പോകരുത്. നീയും ഞാനും ചെയ്യേണ്ടത് മുഴങ്കാലും മേലിരിക്കണം.
നിന്നോടൊരു വാഗ്ദത്തമുണ്ട്, നിന്നോടൊരു ദൂതുണ്ട്. കാരണം അവൻ യാക്കോബ് പിന്നത്തേതിലാ പറഞ്ഞെങ്കിലും യോസേഫ് ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി അത് അതിന്മേൽ പടർന്ന് പന്തലിക്കുക. വില്ലാളികൾ അവന് എയ്തു, അവരവനെ വിഷമിപ്പിച്ചു. പക്ഷേ അവന്റെ വില്ല് ഉറപ്പോടെ യാക്കോബിന്റെ വല്ലഭത്തിന്റെ ഭുജത്താൽ ഉറപ്പോടെ നിന്നു. സമയമാകുമ്പോൾ ദൈവം നിന്നെ പുറത്തെടുക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സമയമാകുമ്പോൾ ദൈവം നിന്നെ പുറത്തെടുക്കും. ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരും. ദൈവം നിനക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട്, ദൈവം നിനക്കൊരു അഭിഷേകം തന്നിട്ടുണ്ട്, ദൈവം നിന്നെ ചിലത് പരമേൽപ്പിച്ചു. ഇന്ന് രാത്രിയിൽ തനിക്കുള്ളവയെ ദൈവം പുറത്തിറക്കും. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവം തനിക്കുള്ളതിനെ പുറത്തിറക്കും, പുറത്തിറക്കും. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരു വാക്യവും കൂടെ അങ്ങ് വായിച്ചോ മോളെ, പ്രസംഗിക്കുന്നില്ല, ഒക്കെ അന്നേ നാളെ പറയാം. യെസ്രായിയുടെ പുസ്തകം 1:7 അതങ്ങ് വായിച്ച് നമുക്ക് അങ്ങ് നിർത്താം. യെസ്രാ 1:7 നാളെ കയറരുത്. അവിടെ ഇടതുവശത്തെ വീട് യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരശ് രാജാവ് പുറത്തെടുപ്പിച്ചു. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരും. ഒന്നുകൂടെ വായിച്ചു. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി. പണ്ട് യെരൂശലേം നിരോധിക്കാൻ ചെന്നപ്പോൾ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയ തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന യഹോവയുടെ ആലയം വക വെള്ളിപ്പാത്രം, യെരൂശലേം പള്ളിയിലെ യെരൂശലേം ദേവാലയത്തിൽ അവൻ മുമ്പ് സൂക്ഷിച്ചിരുന്ന ദൈവാലയം വക പൊൻവെള്ളിപ്പാത്രം ചക്രവർത്തിയാകുന്ന സാമ്രാട്ടാകുന്ന നെബൂഖദ്നേസർ രാജാവ് അധികാര സീമയിൽ നിന്നുകൊണ്ട് ആ പാത്രങ്ങൾ മുഴുവൻ അവിടുന്ന് എടുത്ത് ഇവൻ ശിനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവൻ സൂക്ഷിച്ച് മുദ്രയൊക്കെ വെച്ച് പൂട്ടി. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ മുഴുവൻ പാത്രങ്ങളും ദൈവം പുറത്തെടുപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിശുദ്ധമായ പാത്രങ്ങള് ദൈവം പുറത്തെടുപ്പിക്കും. ഏത് ചക്രവർത്തിയാന്നേലും കൊള്ള, ഏത് സാമ്രാട്ടാന്നേലും കൊള്ള, ഏത് ഭരണകർത്താവാന്നേലും കൊള്ള, അത് വേൾഡ് ഭരിക്കുന്നവനാകട്ടെ, അവൻ ലോകം ഭരിക്കുന്ന ആരുമാകട്ടെ, ഇന്ത്യ ഭരിക്കുന്നവരാകട്ടെ, കേരളം ഭരിക്കുന്നവരാകട്ടെ, കോർപ്പറേഷൻ ഭരിക്കുന്നവരാകട്ടെ, മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവരാകട്ടെ, പഞ്ചായത്താകട്ടെ, വാർഡാകട്ടെ, ആര് ഭരിച്ചാലും ഒരു ദൂത് പറയുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ആവശ്യമുള്ള വിശുദ്ധ പാത്രം സമയമാകുമ്പോൾ ദൈവം പുറത്തെടുക്കും. ഹല്ലേലൂയ.